മഴവെള്ളത്തിൽ നിന്നും സ്പിരിറ്റ്, അതായത് ചാരായം നിർമ്മിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പറയുന്നത്. അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സാങ്കേതികവിദ്യ കണ്ടെത്തിയെന്നല്ല. പക്ഷേ ഗോവിന്ദൻ്റെ സ്വപ്നത്തിൽ, ഗോവിന്ദൻ്റെ ഒരു സങ്കല്പത്തിൽ മഴവെള്ളം ഉണ്ടെങ്കിൽ മതി ഞങ്ങൾക്ക് ചാരായം നിർമ്മിക്കാൻ, ഞങ്ങൾ മദ്യം ഉണ്ടാക്കിക്കോളാം, നിങ്ങളുടെ വെള്ളമൊന്നും വേണ്ട, പിന്നെ നമ്മുടെ മലമ്പുഴയിലെ വെള്ളം വേണ്ട, അതുപോലെ പിന്നെ ഭൂമിയിലെ വെള്ളം വേണ്ട, മഴവെള്ളം കൊണ്ട് ഞങ്ങൾ സ്പിരിറ്റ് ഉണ്ടാക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ മദ്യം ഉണ്ടാക്കും എന്നാണ് ME ഗോവിന്ദൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇതാണ് കേട്ടോ. പക്ഷേ സർക്കാർ അങ്ങനെ ഇതുവരെയും പറയുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറിക്ക് എന്തായാലും ഇവിടെ ഒരു മദ്യശാല ഉണ്ടാക്കണം, മദ്യനിർമ്മാണശാല ഉണ്ടാക്കണമെന്നത് വലിയ വാശി തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ എന്തെന്ന് പറഞ്ഞാൽ കർണാടകയിൽ ബ്രൂവറികൾ ധാരാളമുണ്ട്, എന്നാൽ കേരളത്തിൽ അത്ര വലിയ വിശാലമായ ബ്രൂവറികളില്ല. മാത്രമല്ല സ്പിരിറ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ധാരാളം, നമ്മളെ കേരളത്തിൽ മദ്യം നിർമ്മിക്കാനും മറ്റ് മരുന്നുകൾ നിർമ്മിക്കാനും ഒക്കെ സ്പിരിറ്റ് ആവശ്യമുണ്ട്. നമ്മൾ ഒരു വർഷം 10 കോടി ലിറ്റർ, അല്ല 10 കോടി ലിറ്റർ സ്പിരിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്നാൽ അതിനുവേണ്ടി 100 കോടിയോളം രൂപയാണ് നമ്മൾ മുടക്കുന്നത്. എന്നാൽ കേരളത്തിൽ തന്നെ നമ്മൾ സ്പിരിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പണം ലാഭിക്കാം. പക്ഷേ സ്പിരിറ്റ് ലോബികൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ ME ഗോവിന്ദൻ പറയുന്ന ന്യായീകരണം. പക്ഷേ നേരത്തെ ഈ പാർട്ടി പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാമല്ലോ, ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആദ്യമായിട്ട് പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പറഞ്ഞത് എന്താണെന്ന്, ഈ പിന്നെ മദ്യം നമ്മളെ ഒഴുക്കുന്ന ഈ കള്ളന്മാരെ നമ്മൾ തിരിച്ചറിയണമെന്നൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില നടന്മാരെ കൊണ്ടുവന്ന്, സിനിമാ നടന്മാരെ കൊണ്ടുവന്ന്, KPC ലളിത ഉൾപ്പെടെയുള്ളവരെ, ഇന്നസെൻ്റ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്നിട്ട് നമ്മളെ പറയിപ്പിച്ച നമുക്കറിയാമല്ലോ. അന്ന് പാവം ഈ KPC ലളിത പറഞ്ഞതൊക്കെ പിന്നീട് മണ്ടത്തരമാണെന്ന് അവർക്ക് തന്നെ തോന്നി. പക്ഷേ അവർ പിന്നെ പുറത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ ഗുണമുണ്ടായി, അവർക്ക് അക്കാഡമി പിന്നെ സ്ഥാനങ്ങളൊക്കെ കൊടുത്തു. അത് മറ്റൊരു കാര്യം, നമ്മളത് അവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഈ മദ്യം എന്ന വിഷയത്തിൽ ഇടത് സർക്കാരിൻ്റെ നയങ്ങൾ പലപ്പോഴും ഒരു ഉറപ്പില്ലാത്ത നയമാണ്. ഒരു ഉറച്ച നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അത് മദ്യത്തിൻ്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്നും, അങ്ങനെ അതിൻ്റെ സംവരണം കുറയ്ക്കുമെന്നും, ലഭ്യത കുറയ്ക്കുമെന്നും, ആ തരത്തിൽ ഒരു മദ്യവർജന നയമാണ് ഇടത് നയമെന്നുമൊക്കെ പറഞ്ഞവരാണ്. അത് പ്രകടന പത്രികയിൽ എഴുതി വെച്ചവരാണ് ഇടത് മുന്നണിക്കാർ അല്ലെങ്കിൽ CPM-കാർ. പക്ഷേ ഇപ്പോഴതെല്ലാം അവർ മറന്നിരിക്കുന്നു. ഇപ്പോൾ പറയുന്ന കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ബ്രൂവറി തുടങ്ങുമെന്ന് പറയുകയല്ലേ, പിന്നെന്ത് കുഴപ്പം എന്നാണ് ഇപ്പോൾ ME ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും മഴവെള്ള സംഭരണി ഉണ്ടാക്കി സ്പിരിറ്റ് ഉണ്ടാക്കാമെന്ന ഒരു വ്യാമോഹത്തിലാണ്, ഒരു സങ്കല്പത്തിലാണ്, ഒരു സ്വപ്നത്തിലാണ് നമ്മുടെ ME ഗോവിന്ദൻ. നമ്മളിപ്പോൾ ഈ ഗോവിന്ദനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഈ മിൽക്ക് മെയ്ഡിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഒരു കുറച്ച് പാലും കൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് പോവുകയും ആ പാല് വിറ്റ് ഞാൻ ഇന്നത് വാങ്ങും, അത് അവിടെ നിന്ന് ഞാൻ മറ്റത് വാങ്ങും, ഇങ്ങനെ ഞാൻ കോടീശ്വരനാകും എന്നൊക്കെ സങ്കല്പിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പോകുന്ന വഴിയിൽ പെട്ടെന്ന് കാല് തട്ടി തറയെ വീണ് പാലത്രയും കളയുകയും ചെയ്തു, സ്വപ്നം എല്ലാം പോകും. അതുപോലെയാണ് നമ്മുടെ ME ഗോവിന്ദൻ്റെ അവസ്ഥ. അതായത് ME ഗോവിന്ദൻ പറയുന്നത് 5 ഏക്കർ ഭൂമിയിൽ വലിയ ടാങ്ക് ഉണ്ടാക്കുമെന്നാണ്, വലിയ ജലസംഭരണി ഉണ്ടാക്കുമെന്നാണ്. 5 ഏക്കർ ഭൂമി വിസ്തൃതിയിൽ. അപ്പോൾ എത്ര വലിയ ടാങ്ക് ആയിരിക്കും നമുക്ക് കാണാമല്ലോ. സിനിമയിലൊക്കെ ഈ 2018 സിനിമയൊക്കെ ചിത്രീകരിച്ചപ്പോൾ അവർ 2-3 ഏക്കർ പ്രദേശത്ത് വലിയ ടാങ്ക് ഉണ്ടാക്കി വെള്ളം നിറച്ചിട്ടാണ് ഈ വെള്ളപ്പൊക്കം ചിത്രീകരിച്ചത് നമുക്കറിയാമല്ലേ. അപ്പോൾ അതിനേക്കാളും വലിയ ടാങ്ക് 5 ഏക്കർ ഭൂമി വിസ്തൃതിയിൽ ടാങ്ക് ഉണ്ടാക്കി 8 കോടി ലിറ്റർ വെള്ളം അതിനകത്ത് സംഭരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ME ഗോവിന്ദൻ്റെ സങ്കല്പം നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളതങ്ങ് പാർട്ടി പ്രവർത്തകർ അതൊക്കെ അങ്ങ് വിശ്വസിക്കും. പാർട്ടി സമ്മേളനങ്ങൾ ഇത് പറയുമ്പോൾ പാവം സഖാക്കൾ ശരി സഖാവേ ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറയും. പക്ഷേ ജനങ്ങളെ മുന്നിൽ ഇത് എത്രമാത്രം നിലനിൽക്കുമെന്നറിയില്ല. എന്തായാലും ഈ മദ്യനയത്തെ ഇത്രമാത്രം വികലമാക്കിയ,
പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതെ മദ്യവർജനമാണ് ഇടതുമുന്നണിയുടെ പിന്നെ നയം എന്ന് പറഞ്ഞവർ ഓരോ പിന്നെ ബാറുകളുടെ എണ്ണം കൂട്ടുന്നു, ബിവറേജ് പിന്നെ ശാഖകളുടെ എണ്ണം കൂട്ടുന്നു, ഇങ്ങനെ പുതിയ മദ്യശാലകൾ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മദ്യനയത്തിൽ ഒരു കൃത്യമായ നടപടി എടുക്കാൻ ഈ ഇടതുമുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണി കൂടുകയോ ചർച്ച ചെയ്യുകയോ ഇത്രയും വലിയൊരു നയപരമായ തീരുമാനമെടുക്കാൻ നടത്തുകയോ ചെയ്തിട്ടില്ല. വളരെ ഗൂഢാലോചന നടത്തി ഈ ഒയാസിസ് എന്ന കമ്പനിയെ കൊണ്ട് വളരെ നേരത്തെ തന്നെ ഭൂമി വിലയ്ക്ക് വാങ്ങിപ്പിക്കുന്നു. മറ്റൊരാളുടെ പേരിൽ, കമ്പനിയുടെ പേരിലല്ലാതെ ഒരു വ്യക്തിയുടെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് അയാളുടെ പേരിൽ കരമടയ്ക്കുന്നു. തരിശു കിടന്ന ഭൂമി കർഷകരുടെ അടുത്ത് ചെന്നിട്ട് അവർ ചോദിച്ച വില കൊടുത്ത് ഭൂമി വാങ്ങുന്നു. ഇതെല്ലാം ഗവൺമെന്റിന്റെ അറിവോടും സമ്മതത്തോടും മൗനാനുവാദത്തോടും കൂടിയാണ്. ഇതിനെയാണ് നമ്മൾ ഗൂഢാലോചന എന്ന് പറയുന്നത്, ജനങ്ങളെ പറ്റിക്കുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത്. കർഷകർ അറിയുന്നില്ല ഇതൊരു കമ്പനി, മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്, മറ്റെന്തോ കമ്പനി തുടങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ ചോദിച്ച വില കൊടുത്ത് ഭൂമി വാങ്ങുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇടത് ജനത മുന്നണി എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും എന്നിട്ട് പറഞ്ഞതിനെ തിരുത്തി പറഞ്ഞത് തന്നെ മാറ്റി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് കാണുമ്പോൾ നമുക്ക് കഷ്ടം എന്ന് പറയാനേ കഴിയുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.